ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ഒരു ആപ്പറ്റൈസറാണ്. അതിന് പ്രത്യേകിച്ച് പേര് എന്ന് പറയാമെന്ന് വെച്ചാൽ അത് പറയാനൊക്കത്തില്ല. ഒരെണ്ണം ബാർബിക്യൂ സോസ് വെച്ച് ചെയ്യുന്നതാണ്, ഒന്ന് ഡിഫറെൻറ്റ് സോസസ് വെച്ച് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ സോസ് മേടിച്ച് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ എന്നാ സോസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഓഫ് ചിക്കനിൽ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഒരു 4 ഫ്ലേവേർഡ് ആപ്പറ്റൈസർ. വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള എന്നാന്നോ, ആദ്യം ചിക്കൻ നമുക്ക് വേണ്ടിയത് ഈ എല്ലുള്ള കഷ്ണം ഒക്കത്തില്ല, നമുക്ക് ബ്രസ്റ്റ് പീസ് തന്നെയാണ് വേണ്ടത്. ബ്രസ്റ്റ് പീസ് മേടിച്ച് കഴിഞ്ഞ് മുറിക്കുമ്പം വേണ്ടേ ഇതേപോലെ സ്ക്വയർ ഷേപ്സിൽ മുറിക്കണം. അത് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേരെയൊക്കെ എങ്ങനെയാണ് ചിക്കൻ കഴിക്കുന്നത്, ആ കൂട്ട് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ മേടിച്ചോ. അന്നേച്ച് വേണം കുറച്ച് ഉപ്പ്, പിന്നെ ആന്നേൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി. ചിക്കൻ എന്തോരം ഉണ്ടോ അത് അനുസരിച്ചാണ് മുട്ട എടുക്കണ്ടേ. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും ചിക്കനല്ലേ ഉള്ളൂ, അന്നേരം എനിക്ക് ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അതായത് ഇത്രയുമാണ് നമ്മൾ ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ആ ഫ്ലേവേഴ്സാണ്, ആവശ്യമുള്ള ഫ്ലേവേഴ്സാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് നമ്മൾ ചിക്കൻ സോട്ട് ചെയ്യേണ്ടത് ബട്ടറിലായിരിക്കണം. പിന്നെ വേണ്ടിയത് കുറച്ച് ബാർബിക്യൂ സോസാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഹോട്ട് സോസ് എന്ന് വെച്ചാൽ ഇച്ചിരി സ്പൈസ് ആയിട്ടുള്ള സോസാണ് വേണ്ടിയത്. ഇത് ഞാൻ എടുത്തേക്കുന്നത് ടുബാസ്കോ സോസാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഒലീവ് ഓയിൽ എന്നത്തിനാണെന്നറിയാവോ, ചിക്കൻ വറുക്കാനാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് പാസ്ലേ ലീവ്സ്. ഇത് ലീഫായിട്ട് എടുക്കാം, അതല്ല ഡ്രൈ ആയിട്ട് എടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇച്ചിരി മല്ലിയില എടുത്തു. പിന്നെ വേണ്ടിയ കുറച്ച് ചീസ്. അപ്പോൾ ഒരെണ്ണം ബാർബിക്യൂ സോസാണ്, രണ്ടാമത്തേത് ഹോട്ട് സോസിലാണ് ചെയ്യാൻ പോകുന്നത്. തേർഡ് വൺ ഇസ് പാസ്ലേ വിത്ത് ചീസ്. പിന്നെ നാലാമത്തെ ആന്നു കുറച്ച് തേൻ വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വേണം, പിന്നെ കുറച്ച് സ്വീറ്റ് ചില്ലി സോസ്. ഈ സ്വീറ്റ് ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടേച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലല്ലേ സ്വീറ്റായിട്ട് ഹണി ഇരിപ്പുണ്ട്, കുറച്ച് സോസിൻ്റെ ടേസ്റ്റ് വരാനാണെങ്കിൽ കെച്ചപ്പും ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽ മുളക് ചതച്ചത് മാത്രം മതിയാവും, വേറെ ഒന്നും ഇതിവിടെ ചേർക്കണ്ട. പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ, പിന്നെ ഒരു ഇച്ചിരി കോൺഫ്ലവർ. മൈദ തന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൈദ തന്നെ ഇട്ടാൽ മതി, കോൺഫ്ലവർ തന്നെ ഉള്ളൂ എന്ന് വെച്ചാൽ കോൺഫ്ലവർ തന്നെ മതി. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാം, ആ ചിക്കൻ എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് പക്ഷെ നമുക്ക് വേവിക്കാനൊന്നുമില്ല, ഒന്ന് പെരട്ടി വെച്ചേച്ചാൽ മതി. എന്നുവെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് വറക്കാം. കാര്യം എന്നാന്നോ, നമ്മുടെ ചിക്കനകത്ത് ഇത് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പച്ച ഇറച്ചിയുടെ ഒരു സ്വാദ് വരുവേ, അത് വരാതെ ആ ചിക്കനകത്ത് ഒരു ഇച്ചിരി ഒരു സ്പൈസിനെസ് വരണ്ടേ, അതിന് വേണ്ടിയാണ് നമ്മൾ അത് പെരട്ടി വെക്കുന്നത്. അന്ന് വെച്ചാൽ നമ്മൾ വറുത്തതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചേർക്കാൻ പോകുന്ന ഫ്ലേവേഴ്സിൽ നമ്മൾ ഈ പെരട്ടിയേക്കുന്ന ഒന്നും ആയിരിക്കില്ല, ഈ ഫ്ലേവേഴ്സ് തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് വേവിച്ചിട്ടൊന്നും നമുക്ക് അത് വറുത്തെടുക്കണ്ട, അല്ലാതെ ഡയറക്റ്റ് തന്നെ വറുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കത് മാരിനേറ്റ് ചെയ്യാമേ. ആദ്യം കുറച്ച് ഉപ്പിട്ടേച്ച് കുറച്ച് കുരുമുളക് പൊടി, ഒരു ഇച്ചിരി വെളുത്തുള്ളി. കുരുമുളക് പൊടിയുടെയൊക്കെ സ്വാദ് ഒരു ഇച്ചിരി കൂടുതൽ ഇഷ്ടമാകുന്നതിൽ ഇച്ചിരി കൂടുതലിട്ടു. പിന്നെ ആന്നേൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി തന്നെ മതിയേ, അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ചിക്കനകത്ത് ഒരു നിറമൊന്നും കിട്ടുകയില്ല. പിന്നെ ആന്നേൽ നമ്മൾ ബേസിക്കലി കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി തന്നെ മതി. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കോഴിക്കാന്നേൽ ഒരു മുട്ട മതിയേ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞേച്ച് മുട്ടയും കൂടെ ഒന്ന് അടിക്കണം. അതായത് ബ്രെഡ് ക്രംസിന് പകരമാണ് നമ്മൾ ഈ മൈദ എടുത്തേക്കുന്നത്. അന്നേരം മുട്ടയിൽ ആദ്യം മൈദയെ കൂട്ടി ചെയ്യണം, അന്നേച്ച് മുട്ടയിൽ മുക്കണം,
ബാക്ക് ടു മൈദ ആൻഡ് പിന്നെ എണ്ണയിലേക്ക് ഇടണം. ഇതാ ഇത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എണ്ണ ചൂടാവാൻ വെച്ചേച്ച് ഈ പ്രൊസീജിയർ ചെയ്യാം. മലയിലുണ്ടല്ലോ എണ്ണ ചൂടാവാൻ പിന്നെ താമസിക്കും. മൈദ മിക്സ്ചർ എപ്പോഴും 2:1, അതായത് 2 ടേബിൾ സ്പൂൺ ഓഫ് മൈദ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതി. നമ്മൾ അന്നേൽ ഈ മുട്ടയ്ക്കകത്തോട് മാത്രം ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കനകത്ത് എല്ലാം പുരട്ടി വെച്ചേക്കുക, ഉപ്പ് എല്ലാം പുരട്ടി വെച്ചേക്കുക. അന്നേരം പിന്നെ നമ്മൾ ഈ ഫ്ലോറിനകത്തൊക്കെ ഉപ്പ് ഇടുകയാന്നേൽ ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അന്നേൽ സോസ് എല്ലാം ഉപ്പുള്ളതാന്നേ. അന്നേരം കഴിയുന്നതും നമ്മുടെ ഇതിനകത്തോട്ട് അത് ഇടാതിരിക്കുക എന്നല്ലേ അതിനകത്ത് ഉണ്ട്. പിന്നെ ഒരു ഇച്ചിരി എന്നാലും ഉപ്പില്ലാത്ത പോലെ ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇനിയാണോ നമുക്കൊരു ഇച്ചിരി പണി വരുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം എന്നെ ചിലപ്പോൾ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്. ഒരു മെനക്കേടുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഈ ചിക്കൻ ഫസ്റ്റ് എടുത്തേച്ച് നമ്മൾ ഫ്ലോറിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് മുട്ടയിലോട്ട് മുക്കി വെച്ച് തിരിച്ച് ഫ്ലോറിലേക്ക് വന്ന് വേണം നമ്മൾ ഇതിൽ എണ്ണയിലേക്ക് ഇടാൻ. ആ നേരം മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി നേരം പോകുന്ന പരിപാടി എന്ന് പറയാൻ. പക്ഷെ പിള്ളേർക്കൊരു നല്ലൊരു അപ്പറ്റൈസർ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർ ഒരു ഇച്ചിരി പ്രയാസപ്പെട്ടാലും പിള്ളേർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അന്നേരം നമുക്കൊരു ഇച്ചിരി പ്രയാസപ്പെടാം അല്ലേ. പ്രയാസമൊന്നുമില്ല, നമ്മളെല്ലാം സ്പോട്ടീവായിട്ട് എടുക്കുവാന്നേ പിന്നെ എന്നാ പാടാ. ഇനിയിപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ഇതേപോലെ എല്ലാം വറുത്തെടുക്കണം. പിന്നെ ആണെങ്കിലും നമ്മളൊക്കെ അമ്മമാർ ബേസിക്കലി ഇത്രയും ക്ഷമയോടുകൂടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നത്, ബേസിക്കലി എന്നാ ചെയ്യുമെന്നറിയാം. ഉള്ള കാര്യം ഞാൻ പറയാവേ, ഈ മാവിനെ അല്ലെങ്കിൽ മുട്ടേനെ ഈ ചിക്കനിനകത്തോട്ട് ഇട്ട് മാവ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേഗം 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 പെറുക്കിയിട്ടിട്ട് ജോലി തീർക്കും. ഇതെന്തായാലും ചെയ്യുന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ സ്വാദെല്ലാം പോയേ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അമ്മമാർ ഒരിച്ചിരി ക്ഷമയോടുകൂടി നമുക്ക് ഇതിനോട് നിന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ആ ചിക്കൻ വറുത്തേച്ച് എന്നാ ചെയ്തതെന്നറിയാം. നമ്മൾ 4 ഫ്ലേവേഴ്സ് അല്ലേ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാനൊരു 4 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇത് വറുത്ത് വരുമ്പോൾ നമ്മൾ KFCയിലൊക്കെ വറുത്തെടുക്കുന്ന ചിക്കൻ ഇല്ലേ, അന്നേരം അതിനൊരു ബ്രൗണിഷ് കളറില്ലേ, അന്നേരം അതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇച്ചിരി ക്രിസ്പി ആയിരിക്കും. ഞാനിപ്പോൾ വേണ്ട അത് മൂപ്പിച്ചപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ ആയേക്കുന്നേ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ പാൻ എടുത്തേച്ച്, ഒത്തിരി ഒന്നുമില്ല, എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അന്നേരം പിന്നെ ആ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ഓരോ പാൻ എടുക്കുക, അല്ലെങ്കിൽ 4 പാൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊരു ചെറിയ പാൻ എടുത്ത് വെച്ചേക്കുക. അന്ന് വെച്ചാൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം, പാത്രം കഴുകാതിരിക്കാനൊക്കെ ഒത്തിരി പരിപാടി ഉണ്ട്. പക്ഷേ 4 ഫ്ലേവർ ആയതുകൊണ്ട് നമ്മൾ പാത്രം കഴുകിയൊക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ ടിഷ്യൂ പേപ്പർ, നോ പ്രോബ്ലം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഫ്ലേവറാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈസിയാണ്. ഇപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബാർബിക്യൂ സോസ് ഒഴിക്കുക. നമ്മുടെ എന്തോരം ചിക്കൻ ഉള്ളതെന്ന് വെച്ചാൽ ആ കണക്കനുസരിച്ച് ചെയ്യണേ. ചിക്കൻ ആദ്യം വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. നമ്മുടെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം വേവിച്ചേച്ചല്ല വറുത്ത്, അത് ഡയറക്റ്റ് നമ്മൾ എണ്ണയിലോട്ടാണ് ഇട്ടേക്കുന്നത്. അന്നേരം ഒരു കാര്യം എന്നാന്നോ, അതൊന്ന് വേവുന്ന വരെ അതൊന്ന് ടൈം കൊടുക്കണം. അത് മുരിഞ്ഞു വരുമ്പം ചെറിയ സിമ്മയിലിട്ടേച്ച് വറുത്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ വേവുകയും ചെയ്യും, നമുക്ക് ആ മുരിഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ സെക്കൻഡ് ഈ
സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവിക്കാനൊന്നും നേരം കിട്ടുകയില്ല. ഈ സോസ് ഒന്ന് ആ ബട്ടറിലായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇച്ചിരി എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതിയാവും. അന്നേച്ചാൽ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് ആ ബട്ടർ ഒന്ന് തെളിഞ്ഞു വരുവേ. ഇത്രേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഇടുക. ഇത് ടോസ് ചെയ്യാനൊന്നും എനിക്കറിയാൻ മേല, ഭയങ്കര വലിയ ഷെഫിനൊക്കെ അതറിയത്തുള്ളൂ. ഞാനിങ്ങനെ നമ്മുടെ പാവ ഈ തവിയൊക്കെ വെച്ചേച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയിടാം. നല്ലതായിട്ട് ഒന്ന് ആ സോസ് ഒന്ന് നല്ലതായിട്ട് ആ ചിക്കനെ പിടിച്ചേച്ചാൽ അവിടെ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഒന്ന് മുരിഞ്ഞ് വരികയല്ലേ, ആ പരുവാകുമ്പോഴത്തേക്ക് മാറ്റാം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലേവർ ഓഫ് ചിക്കൻ. ഇനിയിപ്പം നമ്മൾ ആ ഫ്ലേവർ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫ്ലേവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഫ്ലേവർ ചെയ്യുമ്പോഴും സെയിം ഇതാന്നു. നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ പൊടി ഇട്ടേച്ചാലും മതി. ഒരു ഒത്തിരി ഇടല്ലേ, ഒരു ശക്കലം. ഇതിനകത്തോട്ട് ഒരു ഹോട്ട് സോസ്, അതായത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞോട്ട് ടുബാസ്കോ സോസാന്നു. അതൊരു ഇച്ചിരി സ്പൈസി ആണേ. അതങ്ങോട്ടായി കഴിയുമ്പോൾ ആ ബട്ടറിനകത്തോട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ സെക്കൻഡ് ഫ്ലേവർ ഓഫ് ചിക്കൻ ഇട്ടേച്ചാൽ മതി. This flavor is okay. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ചിക്കൻ നമ്മൾ ഏത് ചേർക്കുവാന്നേലും എക്സ്പെക്ട് വൺ ഫ്ലേവർ. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ആ ഫ്ലേവർ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി മൊരിയാതെ വരേണ്ടത്. ബാക്കിയെല്ലാം നല്ലതായിട്ടൊന്ന് മൊരിയണം. സോസ് എല്ലാം നല്ലതായിട്ട് ആ ചിക്കനെ പിടിച്ചേക്കുവാന്നേ. ഇനി ഇതങ്ങോട്ട് നല്ലതായിട്ട് തീ കുറച്ച് വെച്ച് നമ്മുടെ സെക്കൻഡ് ഫ്ലേവർ ഇസ് ഓക്കെ. ആൻഡ് നൗ ദിസ് തേർഡ് ഫ്ലേവർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫ്ലേവർ ഇതേപോലെ ബട്ടർ ഇട്ടേച്ച് കുറേ ബട്ടർ കഴിപ്പിക്കും അല്ലേ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ ബട്ടർ ചിക്കനേൽ വരുമ്പോഴത്തേനുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു 2 നുള്ള് വെച്ചു. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 അല്ലി, മുഴുത്ത 2 അല്ലി ആന്ന് അരിഞ്ഞിട്ടാൽ മതി. അതല്ല പൊടി ആന്നേൽ ഒരു 2 നുള്ള് നമ്മുടെ ബട്ടറിൽ ഇടുക. ഒത്തിരി ആന്നേൽ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഒരു ഇതുണ്ടല്ലോ ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കുവേ. അത് നല്ലതായിട്ടൊന്നായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പാസ്ലേ ലീവ്സ്, ഇത് ഫ്രഷ് ആവാം അല്ലെങ്കിൽ ഡ്രൈഡ് ആവാം, നോ പ്രോബ്ലം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചീസ് ഫസ്റ്റ് ഗ്രേറ്റ് ചെയ്തിടുക. എന്നിട്ട് നമ്മുടെ ചിക്കനിനകത്തോട്ട് ഫ്രഷ് പാസ്ലേ ലീവ്സ് ഇടുവാന്നു എങ്കിൽ അത് തന്നെ മതിയാവും. പക്ഷെ ഇപ്പം ഞാനിവിടെ ഇട്ടേക്കുന്ന ഡ്രൈ പാസ്ലേ ലീവ്സ് ആണ്. അന്നേരം അതിന് ആ ഒരു എന്നാ പറയുക, ചിക്കനകത്ത് ഒരു പച്ച നിറം വേണ്ടായോ, അന്നേരം അതില്ല. അന്നേരം ഇപ്പം ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ എന്നതേലും ഒരു പച്ച കളറിലുണ്ടോ എന്ന് നോക്കട്ടെ. അത് എന്നേലൊന്നും ഇടാൻ ഒക്കിയേല, മല്ലിയില ഉണ്ടെങ്കിൽ ഞാൻ അത് ഇതിനകത്ത് അരിഞ്ഞിടാവേ. ഇതാ പറയുന്നത്, എപ്പോഴും എന്നതേലും ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അന്നേലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുവേ. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്.
വെച്ച് ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്തിടണം. ഇനി നെക്സ്റ്റ് ഫ്ലേവർ. ഇപ്പോൾ 3 ഫ്ലേവേഴ്സായി. ഇനി നെക്സ്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ സാധനങ്ങൾ നമ്മൾ ചേർക്കാനുണ്ട്. ഇതിനകത്ത് ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ബട്ടർ ഇട്ടേച്ചും ഇതിനകത്തോട്ട് ആദ്യം ഒഴിക്കേണ്ടത് ഒരു ഇച്ചിരി തേനാണ്. ഒത്തിരി ഒഴിക്കേണ്ട, ഒരു വലിയ ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കാം. അന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു വലിയ ടേബിൾ സ്പൂൺ. അതിൻ്റെ പുറകെ കുറച്ച് മുളക് പൊടി, ഒത്തിരി ഇടണ്ട, ഒരു ഇച്ചിരി. അന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ നമ്മുടെ സ്വീറ്റ് ചില്ലി സോസ്. ഇപ്പം ചേർക്കുന്ന ഈ 4ാമത്തെ ഫ്ലേവറിനകത്ത് കുറച്ചൊരു സ്വീറ്റ്നെസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ എന്ന് പറഞ്ഞ് ചിക്കൻ അങ്ങ് മധുരിക്കുകയില്ല, നല്ലൊരു ആപ്പിറ്റൈസറാണ് ഇത്. നമ്മൾ ഈ ചേർക്കുന്ന സോസ് എല്ലാം ഉണ്ടല്ലോ നമ്മുടെ ആ ചിക്കനേൽ നല്ലതായിട്ട് കോട്ട് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ചെറിയ സിമ്മേലല്ല, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചേച്ച് നല്ലതായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്യുക. അത് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേന് തന്നെ നമ്മുടെ ചിക്കനേൽ നല്ലതായിട്ട് അത് പിടിക്കും. പക്ഷേ ഇതിനെല്ലാത്തിനകത്തും ഉണ്ടല്ലോ ഒരു ചെറിയൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു പച്ച കളർ ഒന്നിലും ഇല്ല. അപ്പോൾ പക്ഷെ കറിവേപ്പില ഇടാനൊക്കത്തില്ല. പാസ്റ്റർ ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ഇടാം. പക്ഷേ എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ മല്ലിയില മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ മല്ലിയില എല്ലാത്തിനകത്തും ഇടും. പിന്നെ ഇത് ലാസ്റ്റ് ചെയ്ത ഫ്ലേവർ കുറച്ച് നേരം നമ്മുടെ പാനിൽ തന്നെ കിടന്നാലുണ്ടല്ലോ ഫ്ലേവർ എല്ലാം ചിക്കനിൽ നല്ലതായിട്ടൊന്ന് പിടിക്കും. ബട്ട് ഇതിനെ ഒത്തിരി സിമ്മാക്കി വെച്ചേച്ച് വേണം ലാസ്റ്റ് ഫ്ലേവർ ചെയ്യാനായിട്ട്. അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ 4 ആപ്പിറ്റൈസേഴ്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചേരിച്ച് കാണിച്ചാൽ ഓക്കെയല്ല. പിന്നെ ഇത് 4 ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല.